അപ്പോൾ അടുത്തിന് ഈ കട്ട് സെറ്റ്സ് ടൈ സെറ്റ്സ് എന്നൊരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് അതെന്തിനാണെന്ന് പറയാം. നമുക്ക് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ ഇതിൽ നമുക്കറിയാം R1ഉം R2ഉം സീരീസാണ്, ഈ ഒരു സാധനം R3ക്ക് പാരലാണ്, ഇത് മൊത്തം R4ന് സീരീസാണ്. അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് കുറച്ച് പാടാണ്. കണ്ടുപിടിക്കാൻ പറ്റും, ചിലപ്പോൾ എക്സാമിന് കണ്ടുപിടിക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ റെസിസ്റ്റൻസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ ഇത് രണ്ട് സീരീസിനാണ്. അപ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി R1 R2. എന്നിട്ട് നമുക്കറിയാം ഇത് രണ്ടും പാരലാണ് ഇത് മൊത്തം. അപ്പോൾ R1 R2 നമുക്കൊരു സാധനമായിട്ട് കിട്ടി. അതും ഇതും പാരലായതുകൊണ്ട് എന്താ ഇത് R ഡാഷ് ആണെന്ന് വെച്ചാൽ അങ്ങനെയാണ് R ഡാഷ് പ്ലസ് R3 മൈനസ് R ഡാഷ് R3. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഒരെണ്ണം വെച്ച് റീപ്ലേസ് ചെയ്യാം. അതും ഇതും സീരീസിലാണെന്നറിയാം. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് സിസ്റ്റം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഈ മൊത്തം സാധനത്തിൻ്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കാം. പക്ഷേ കുറച്ചും കൂടെയൊക്കെ ഒരു സിസ്റ്റം കോംപ്ലക്സ് ആവുമ്പോൾ നമുക്ക് അങ്ങനെ റിലയബിലിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കട്ട് സെറ്റ്സ് ടൈ സെറ്റ്സ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് റിലയബിലിറ്റി എക്സാക്റ്റ് ആയിട്ടൊരു സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മളൊരു റേഞ്ച് കണ്ടുപിടിക്കും. ഒരു ലോവർ ലിമിറ്റ്, ഒരു അപ്പർ ലിമിറ്റ്. അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി. നമുക്കൊരു റേഞ്ച് മാത്രം അവിടെ ആവശ്യമുള്ളൂ. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിൻ്റെ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ കട്ട് സെറ്റ്സും ഹയർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ടൈ സെറ്റ്സുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോവർ ലിമിറ്റിന് കട്ട് സെറ്റും അപ്പർ ലിമിറ്റിന് ടൈ സെറ്റും. അപ്പോൾ ഈ കട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് ഇത് കണ്ടല്ലോ, ഇതിൻ്റെ ഫ്ലോ എങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ റൈറ്റ് എൻഡ് വരെ. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് ഈ സിസ്റ്റം സ്റ്റോപ്പ് ആവുമെന്ന് 100% ഉറപ്പ് വരുത്താം. പക്ഷേ മിനിമം സാധനങ്ങളെ കട്ട് ചെയ്യാവും. ഇപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻസിൽ കട്ട് ചെയ്താൽ നമുക്ക് സിസ്റ്റം സ്റ്റോപ്പ് ആവുമെന്ന് ഉറപ്പ് വരുത്താം. ഞാൻ പറഞ്ഞുതരാം, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഇവിടെ ഇങ്ങനൊരു സാധനമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇത് ഫുള്ള് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ R1 കട്ട് ചെയ്യണം. പക്ഷേ R2 കട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. R1 കട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ R2 കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം 6ഉം 1ഉം 3ഉം 5ഉം ഒരു കട്ട് സെറ്റാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം 6ഉം 1ഉം 3ഉം 5ഉം അടിച്ചു പോയാൽ ഈ സാധനം ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊരു കട്ട് സെറ്റാണ്. 6ഉം 1ഉം 3ഉം 5 ഇത് ഒരുമിച്ച് അടിച്ച് പോയാൽ വേണം. ഈ 6ഉം 3ഉം 5ഉം അടിച്ചു പോയിട്ട് 1 അടിച്ചു പോയില്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ അങ്ങ് വർക്ക് ചെയ്ത് പോകും. അപ്പോൾ 1ഉം അടിച്ചു പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 അടിച്ചു പോയിട്ട് 6 അടിച്ചു പോയില്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ അപ്പോൾ ഇത്രയും അടിച്ചു പോകണം, അതാണ് കട്ട് സെറ്റ്. അപ്പോൾ 6 1 3 5 ഒരു കട്ട് സെറ്റാണ്. അതുപോലെ വേറൊരു കട്ട് സെറ്റാണ് എന്താണ് 6 2 3 5. ഇതും ഒരു കട്ട് സെറ്റാണ്. ഇത്രയും അടിച്ചു പോയാലും ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതൊരു കട്ട് സെറ്റാണ്. അതുപോലെ അടുത്ത കട്ട് സെറ്റാണ് എന്താണ് 6 4 5 ഒരു കട്ട് സെറ്റാണ്. 6 അടിച്ചു പോയി, 4 അടിച്ചു പോയി, 5 അടിച്ചു പോയി. പിന്നെ ഇതൊരിക്കലും വർക്ക് ചെയ്യത്തില്ല. ഇത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ ഇടന്ന് കറങ്ങേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് വരത്തില്ല. അത് അപ്പോൾ ഒരു കട്ട് സെറ്റാണ്. ഇനി വേറെ കട്ട് സെറ്റ് ഉണ്ടോ? വേറെ കട്ട് സെറ്റ് ഇല്ല. നമുക്ക് പിന്നെ ഏതൊക്കെ കോമ്പിനേഷൻസിൽ അടിച്ചു പോയാലും ഇത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയാണ് 6 1 2 3 5 ഒരു കട്ട് സെറ്റ് അല്ലേ എന്ന് ചോദിക്കും. ഈ 6ഉം 1ഉം 2ഉം 3ഉം 5 ഒരു കട്ട് സെറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു കട്ട് സെറ്റ് അല്ല. കാരണം അവിടെ എന്താണ്, അനാവശ്യമായിട്ട് ഒരെണ്ണം എക്സ്ട്രാ അടിച്ചു വേണം. നമുക്ക് 6ഉം 1ഉം 3ഉം 5ഉം അടിച്ചു പോകുമ്പോൾ തന്നെ ഈ സിസ്റ്റം അങ്ങ് വർക്ക് ആവാതാവും. പിന്നെ അനാവശ്യമായിട്ട് 2ഉം കൂടെ പോകുന്നത് നമ്മൾ കട്ട് സെറ്റായിട്ട് കണക്കാക്കുന്നില്ല. മിനിമം മാത്രമേ നോക്കുന്നുള്ളൂ. 6 1 3 5 ഒരു കട്ട് സെറ്റാണ്. ഇതും 4 മാത്രം അടിച്ചു പോയാൽ മതി. അതുപോലെ 6 2 3 5 ഒരു കട്ട് സെറ്റാണ്. 6 4 5 ഒരു കട്ട് സെറ്റാണ്. 2 എക്സ്ട്രാ അടിച്ചു പോകേണ്ട കാര്യമില്ല. എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം അടിച്ചു പോകേണ്ട. ഈ 4 എണ്ണം അടിച്ചു പോകും അല്ലെങ്കിൽ 3 എണ്ണം അടിച്ചു പോകുമ്പോൾ തന്നെ സിസ്റ്റം വർക്ക് ചെയ്യാതാവണം. അതാണ് കട്ട് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഈ ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ലോവർ ലിമിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള ഫോർമുല ഇപ്പോൾ എന്താണ്, ഇത് R6 R1 R3 അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇതിൻ്റെ ലോവർ ലിമിറ്റ്, അതായത് എനിക്ക് പറയാൻ പറ്റും റിലയബിലിറ്റി ഓഫ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ, ലോവർ ലിമിറ്റ് അല്ലേ, അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 മൈനസ് ഒരു ബ്രാക്കറ്റ്. ഓക്കെ, 1 മൈനസ് എന്താ 1 മൈനസ് R6 ഇൻറ്റു 1 മൈനസ് R1 ഇൻറ്റു 1 മൈനസ് R3 ഇൻറ്റു 1 മൈനസ് R5. ഓക്കെ, പ്ലസ് 1 മൈനസ് R6 ഇൻറ്റു 1 മൈനസ് R2 ഇൻറ്റു 1 മൈനസ് R3 ഇൻറ്റു 1 മൈനസ് R5 പ്ലസ് 1 മൈനസ് R6 ഇൻറ്റു 1 മൈനസ് R4 ഇൻറ്റു 1 മൈനസ്
R5. ഈ 1 - മറക്കരുത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്താണ്, സപ്പോസ് ഈ ഒരു കേസിൽ 0.8 ആണെന്ന് വിചാരിച്ചോ. നമ്മുടെ ഈ സിസ്റ്റത്തിന് ശരിക്കുള്ള റിലയബിലിറ്റി 0.86 ആണെന്ന് വെച്ചാൽ നമുക്കിതിൽ 0.8 ആണ് കിട്ടിയെന്ന് വെച്ചോ. ഇനി നമ്മൾ ടൈ സെറ്റ്സ് പഠിക്കും. അപ്പോൾ നമുക്ക് 0.92 ആണ് കിട്ടുന്നത് വെച്ചോ. 0.92 അല്ലെങ്കിൽ 95 ആണ് കിട്ടുന്നത് വെച്ചോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. കറക്റ്റ് നടുക്കാവണമെന്നില്ല, ഇതിൻ്റെ രണ്ട് ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും എക്സാക്ട് റിലയബിലിറ്റി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കട്ട് സെറ്റ് കട്ട് സെറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ മിനിമം നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ദാറ്റ് ഗ്യാരൻറ്റീസ് ഫെയിലിയർ ഓഫ് സിസ്റ്റം. അതാണ് കട്ട് സെറ്റ്.